ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ ചായന്റെ വീഡിയോ അല്ല അല്ലെ? ചായന്റെ വീഡിയോ അല്ല, ചോറിന്റെ വീഡിയോ അല്ല, കോമഡി വീഡിയോ അല്ല, ഒന്നുമല്ല. അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാൻ നോമ്പിനല്ല കുടിക്കാനും പിന്നെ വേനലല്ലേ അന്നേരം കുടിക്കാനുള്ള. അതന്നെ. അപ്പൊ നമ്മളെപ്പോ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന വീഡിയോ ആണ് കാണിക്കല്. അപ്പൊ എല്ലാരും പറയലുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കൂടി കാണിക്കണോന്ന്. അപ്പൊ ബാക്കി ചോറിന്റെ വീഡിയോ അങ്ങനെ കറിയെല്ലാം ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റൂല, ആടെ വീഡിയോ എടുക്കാനും പറ്റൂല. അപ്പൊ ഇന്നത്തേത് നമ്മൾ നിജ പറഞ്ഞ പോലെ നോമ്പ് കാലത്തും നമ്മളെ ചൂടിനും എല്ലാം കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസ്. അതിന്റെ പേര് എന്താ വെച്ചാ? ജ്യൂസിന്റെ പേര് ജിംബ്രൂട്ടി വത്തക്ക ജ്യൂസ്. വത്തക്ക ജിംബ്രൂട്ടി ജ്യൂസ്. ഇതിന്റെ പേര് വെക്കുമ്പോ നമുക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഇത് ബിജുവാട്ടൻ കണ്ടുപിടിച്ച പേരാത്. അപ്പൊ ഇതിന് വേണ്ടതാ, ഫസ്റ്റ് വേണ്ടതാ വത്തക്കയാന്ന്. നല്ല ചുവന്ന വത്തക്ക. വത്തക്ക മാത്രം പോരാ, അതാ ഈ ഒരു പ്ലേറ്റും വേണം. അതെന്തിനാ ഇജോ ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കായേ. ഈ വീഡിയോ ജ്യൂസ് വീഡിയോ. അപ്പൊ ഇടക്ക് നമ്മളിങ്ങനെ ജ്യൂസിന്റെ വീഡിയോ അല്ലെ ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി കിട്ടിയാൽ നമ്മൾ ഇതുപോലെ നിങ്ങളെ കാണിച്ചിട്ട് എടുക്കും. അപ്പൊ ഫസ്റ്റ് വേണ്ടത് ഇജോ ഈന ചെറിയ ചെറിയ കഷ്ണാക്ക വേണ്ടേ. അപ്പൊ വത്തക്ക നമ്മള് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് മുറിക്കുക. നിജോ ഇത് കണ്ടിട്ട് അന്യതങ്ങ് ജ്യൂസ് കൂടി വിളിക്കുക ഈ വേനൽക്കാലത്ത്. പറയാനാവില്ല അല്ലെ? നോറയും അമ്മമ്മയും അങ്ങോട്ട് പോയിട്ടല്ലേ. നോറക്ക് തണുപ്പെല്ലാം പിടിച്ചോണ്ട് ചാടിയും കരച്ചിലെല്ലാം ആയിട്ട് കാണിക്കാൻ പോയി. നമ്മളിപ്പം കാണിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇതാ കണ്ടാ ഇജോ നമ്മൾ അങ്ങനെ വത്തക്കേന്റെ ഉള്ളിലത്തെ ഇതെല്ലാം എടുത്തിട്ട് അതിന്റെ ഒരു പാത്രം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മള് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് ഫസ്റ്റിലെന്നാ വേണ്ടേ? പാല് വേണം. ഇപ്പൊ ഒരു പാലെടുത്തിട്ടോ, ഫ്രിഡ്ജില് പാലതാ വേഗം എടുത്തിട്ടാ. അപ്പൊ നല്ല തണുത്ത പാലാന്ന്, ഉച്ചക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാണ്. അപ്പൊ ആദ്യം പാല് ഒഴിക്കും. നിജ വേഗം കൊണ്ടാ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാന്ന് ജിംബ്രൂട്ടി വത്തക്ക ജ്യൂസ്. അപ്പൊ നിജ ഇപ്പം പാലും കൊണ്ടുവരും. അതിപ്പം പാല് മറിയേനു. ഇങ്ങോട്ട് കിച്ചോ. നമ്മളിതാ പാല് ഒഴിച്ചു കൊടുക്കുന്നന്ന്. നല്ല തണുത്ത പാലാന്ന്. നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതാ ആപ്പിള് ചെറിയ കഷ്ണാക്കിയിട്ട് അരിഞ്ഞു വെച്ചാന്ന്. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ആപ്പിളും ഇട്ട് കൊടുത്ത്. അപ്പൊ നമ്മൾ ആപ്പിളും ഇട്ട് കൊടുത്ത് ഇനി പാലും ആപ്പിളും കൂടി ഒന്ന് മിക്സ് ചെയ്യലാന്ന്. അതിന് ശേഷം നമ്മൾ മധുരത്തിന് വേണ്ടിട്ട് മിൽക്ക് മെയ്ഡ് ആണ് എടുക്കുന്നത്, പഞ്ചസാരയല്ല എടുക്കുന്നത്. പഞ്ചസാര ഇടുന്നേ ഇല്ല. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത്. അപ്പൊ അതും കൂടി മിക്സ് ചെയ്യാ. അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോ ഇനി നമ്മള് വത്തക്ക ഇവിടെ മാറ്റി വെച്ച വത്തക്കയും കൂടി ഒന്നുന്നില്ല കേട്ടാ, സ്പൂണുണ്ട് ഒന്നുന്നില്ല കേട്ടാ, കനമുണ്ട്. അതും കൂടി ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കലാന്നേ. വത്തക്കന്റെ വെള്ളവും വേണം, അതിന്റെ ഉള്ളിലത്തെ കാമ്പും എല്ലാം കൂടിയിട്ട് ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കലാന്ന്. ഇതാണ് നമ്മളെ ജിംബ്രൂട്ടി വത്തക്ക ജ്യൂസ് അല്ലേ ഇജോ? നല്ല മഴയെല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പൊ വത്തക്കയും കൂടി ഇട്ടിട്ട് നമ്മള് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുന്നതാണ്. അതിലിടക്ക് മധുരെല്ലാം നോക്കിയിട്ട് ഇടണോ. നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ. ഇപ്പൊ എല്ലാം കൂടി ഒരു കളർ ആയിട്ടുണ്ട്. ഇനി നമ്മള് ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് കസ്കസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടേനു വെള്ളത്തില്. അതും കൂടി ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ആക്കുക. അപ്പൊ നമ്മളെ ജിംബ്രൂട്ടി വത്തക്ക ജ്യൂസ് ഏകദേശം റെഡിയായി എന്ന് തന്നെ പറയാ. ഇനി ഇതിന്റെ അകത്ത് ഇനി ഒരു മെയിൻ സാധനം കൂടി ഇടാനുണ്ട്. ഐസും കട്ട. കുഞ്ഞു ഐസും കട്ട ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താല് നമ്മളെ ജിംബ്രൂട്ടി വത്തക്ക ജ്യൂസ് തയ്യാറായി. അപ്പൊ നിജ പോയിട്ട് ഐസും കട്ട എടുത്തിട്ടോ. അപ്പൊ മുമ്പേ എടുത്ത് വെച്ചാല് അത് അലിഞ്ഞു പോകുന്നോണ്ടാണ് നമ്മൾ എടുത്ത് വെക്ക. ഇനി ഐസും കൂടി ഇട്ടിട്ട് നമ്മളെ ജ്യൂസ് റെഡിയാകാൻ പോന്നാന്ന്.
അപ്പൊ മധുരം കുറച്ച് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി മിൽക്ക് ഐസും മെയ്ഡും കട്ടിയതാ. കൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് ഇനി നമ്മുടെ ഐസും കട്ടയും കൂടി ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കലാണ്. അതിലിടക്ക് ഇതാ നോറ നോറ വരുന്നുണ്ട്. നോറ ഇതാ ചാടിയക്കാരി നോറ വരുന്നുണ്ട്. ഇത് ഈ ഐസും കട്ട മതി. ബാക്കി നമുക്ക് എന്താ നമ്മളെ ബത്തക്ക ജിംബ്രൂട്ടി ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുടിക്കലാന്ന്. നോറ രസമില്ലേ? നല്ല രസമുണ്ട്. തണുപ്പും മധുരവും അതിലിടക്ക് ആ കസ്കസ് എല്ലാം കുടിക്കുമ്പോ നല്ല രസമുണ്ട് അല്ലെ? അപ്പൊ എല്ലാരും ഒന്ന് ആക്കി വെക്കണം. ഇപ്പൊ എല്ലാരടുത്തും ബത്തക്കെല്ലാം ഉണ്ടാവും. അപ്പൊ മിൽക്ക് മെയ്ഡിലേക്ക് പഞ്ചസാര ഇട്ടിട്ടായാലും ആക്കി വെക്കുക അല്ലെ? ഐസും കട്ട മറ്റേ ഏതെങ്കിലും പാർട്ടിയിൽ എല്ലാം ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തേക്ക് ബായ് പറയാം അല്ലെ? നോറ ബായ് പറ. ബായ്. ബൈ.